നമുക്ക് സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ. നെറ്റ് ഇഷ്യൂസ് കാരണമാണ് വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവി കാട്ടിൽ എൻജോയ് ചെയ്യുവാണ്. ആ സമയത്ത് ഇന്ദ്രൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. ഒരു അവസരം കിട്ടുവാണെങ്കിൽ അവരെ തീർക്കാൻ വേണ്ടിയിട്ട്. അതേസമയം എഴുത്തവരെ വീട്ടില് പാറുവും ശോഭയും പോകുന്ന പക്ഷെ ആഹാരം കഴിക്കാൻ ഇരിക്കുവാണ്. പാറുവിന് വിളമ്പി കൊടുത്തിട്ട് ശോഭ പറഞ്ഞ് മോള് കഴിക്കാൻ പറയണ. അല്ല അതെന്താ അച്ഛനും അമ്മയും കഴിക്കാത്ത? ഞങ്ങളിവിടെ മോൾക്ക് കൂട്ടിരിക്കുക, മോള് കഴിക്കുക. ആഹാ, ഇത് നല്ല കഥയായി. നിങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കാനോ? അല്ല, അവിടെ വീട്ടിലാണെങ്കിൽ നിനക്ക് ഇങ്ങനെ വിളമ്പി തരാനൊന്നും ആരുമില്ലല്ലോ. നീ തന്നെ വേണ്ട വിളമ്പി കഴിക്കാനായിട്ട്. കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി. അത് കേട്ടപ്പോൾ പാറുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും മൂന്തം ഭാഷ പറഞ്ഞു, പെൺമക്കളെ ഒരു ഒരു പ്രായം വരെ അച്ഛനമ്മമാരെ നല്ല പൊന്നുപോലെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വരും. എന്നിട്ട് വല്ല വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കും. അവിടെ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. ചിലപ്പം കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എല്ലാവർക്കും അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. അത് കേട്ടപ്പോൾ പാറു ശരിയാ അച്ഛാ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് ശോഭ പറഞ്ഞു, മോള് കഴിക്കുക. വേണ്ട, അച്ഛനും അമ്മയും കൂടെ എന്നോടൊപ്പം കഴിക്കണമെന്ന് പറയണം. അങ്ങനെ അവർക്കൂടെ പാറു വിളമ്പിക്കൊടുത്തു. അവര് സന്തോഷത്തോടെ ഓരോ സംസാരം, ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിക്കുകയാണ്. പാറു പറഞ്ഞു, ഇതുപോലെ എല്ലാ വീട്ടിലും വരുന്ന എന്ത് രസമായിരുന്നല്ലേ. എന്ത് അല്ല, ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്ന ആഹാരം കഴിക്കുവാണെങ്കിലേ മനസ്സിനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവിടെ ഇങ്ങനെയൊന്നും ഇല്ല. അത് കേട്ടതും ശോഭ പറഞ്ഞു, അതായ ഏറ്റവും വലിയ കുഴപ്പം. അവിടെ ഇങ്ങനെയൊന്നുമില്ല. വേണ്ടവർ എടുത്ത് കഴിച്ചിട്ട് പോകും. അത് തന്നെ ഏറ്റവും വലിയൊരു ഇതാണ്. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് കഴിക്കുമ്പോൾ അതിനൊരു സുഖമുള്ളെന്ന് പറയണം. അതേ സമയത്ത് പല്ലവി ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ധൃതിപ്പെട്ടുള്ള പണിയിലാണ് സേതു. ഇതെന്താ സേതുവേട്ടാ, ഇതെന്ത് പണിയാ? അതെ, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു കിരീടം ഉണ്ടാക്കുക. എന്ത് കിരീടം? ഈ മിസ് വേൾഡ് എന്നൊക്കെ കേട്ടില്ലേ? മിസ് വേൾഡിനൊക്കെ കിരീടം നമ്മൾ കൊടുക്കില്ലേ വിജയിച്ചു കഴിയുമ്പോൾ? അതുകൊണ്ട് അതുപോലെ നിനക്ക് ഞാനൊരു ഇതേ കിരീടം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള കാട്ടുചെടിയുടെ ഇലയൊക്കെ പറിച്ച് പിന്നെ ഒന്നൊരു കാട്ടുപൂ എല്ലാം കൂടെ പറിച്ച് നല്ലൊരു അടിപൊളി കിരീടം ഉണ്ടാക്കുവാണ്. അങ്ങനെ അതുമായിട്ട് നേരെ പല്ലവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് പല്ലവിക്കുള്ള. ഞാനെന്താ മിസ്സിസ് കൈതവനാണോ? അതെ, ഇപ്പൊ നീ എന്റെ മിസ്സിസ് കൈതവനൻ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സുന്ദരി നീയാണ്. അതും പറഞ്ഞ് പല്ലവിയുടെ തലയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. പല്ലവിക്ക് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നു. ഇന്ദ്രൻ ആ കാഴ്ച കാണുമ്പോൾ സഹിക്കാൻ പറ്റുമോ? ഇന്ദ്രൻ ഒരു നിമിഷം ഒന്ന് നോക്കി. ഇന്ദ്രൻ പെട്ടെന്ന് അവർ ഉന്നം വെച്ചു. എന്നിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്യണം, ഒന്ന് കണ്ണ് ഷൂട്ട് ചെയ്യണം. ഒരു വെടി പൊട്ടിച്ചു. പെട്ടെന്ന് ഈ വെടിയൊച്ച കേട്ട് കഴിഞ്ഞപ്പം സേതുവും പല്ലവി വന്നു. സേതുവേട്ട, അതൊരു ഗൺഷൂട്ടല്ലേ കേട്ടത്? അതെ, അങ്ങനെയാന്ന് എനിക്ക് തോന്നേ. അല്ല, ഇവിടെ അങ്ങനെ വരാൻ വഴിയില്ലോ പല്ലവി. ഇത് സംരക്ഷിത മേഖലയാണല്ലോ. പക്ഷെ അതെങ്ങനെ? ഒരു പക്ഷെ വല്ല നായാട്ടുകാരും ഇറങ്ങിയിട്ടുണ്ടായിരിക്കോ? പല്ലവി പറഞ്ഞു, അതറിയില്ല. അങ്ങനെയൊന്നും പാടില്ലാത്താണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഈ ഗാർഡുകളെ ചിലപ്പോഴേ മൃഗങ്ങളെ ഓടിക്കാനായിട്ട് ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലും കുസൃതികളൊക്കെ ഒപ്പിക്കുന്നതായിരിക്കും. നീ പേടിക്കണ്ട പല്ലവി, നീ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും സേതുവേട്ടാ, നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ആര് കാണാനാ? നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചു. നമുക്ക് നോക്കാന്നും പറഞ്ഞ് അവരതിലൂടെയൊക്കെ നടക്കുവാണ്. ആ സമയത്ത് ശ്രീഹരി കൈതവനത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പൊ കൈതവനത്ത് റിസോർട്ടിൽ വെച്ച് ശ്രീഹരിക്ക് ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് പോകാൻ റെഡിയാകുക. അങ്ങനെ ഭാഗമൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും അച്ചു പറഞ്ഞു, അതെ, എനിക്കെന്തോ നല്ലൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അല്ല, സേതുവേണ്ട പല്ലവിച്ചിയുടെ കാര്യം ഓർത്തിട്ട്. ഞാൻ ഇന്ന് അങ്ങോട്ടേക്കല്ലേ പോകുന്നത്. അല്ല, ശ്രീഹരി പോയിട്ട് ഇന്ന് തന്നെ അവരെ കാണുമോ? നോക്കട്ടെ, കാണാൻ പറ്റുമെങ്കിൽ കാണും. അല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമ്പോൾ അവരോടൊപ്പം ഞാൻ വരത്തുള്ളൂ. അല്ല, ശ്രീഹരി എങ്ങനെ പോണേ? ഇവിടുന്ന് സ്റ്റാൻഡ് വരെ ബസ്സിന് പോയിട്ട്, അല്ല, ഇവിടുന്ന് സ്റ്റാൻഡ് വരെ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന് പോകും കൈതവനത്തേക്ക്. നാളെ പിന്നെ അവരുടെ കൂടെ വരാലോ. അവരുടെ കൂടെ വരാൻ നിൽക്കേണ്ട നീ. ഹൃദയം എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? അവർ രണ്ടുപേരും എൻജോയ് ചെയ്ത് വരട്ടെ. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, ശരിയാ, പക്ഷെ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ആ ഇന്ദ്രനെ എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. അച്ചു പറഞ്ഞു, അല്ല, അവൻ വല്ല ഉപദ്രവിക്കാൻ പറ്റോ ചെയ്യോ? ഒന്നും പറയാൻ പറ്റില്ല അച്ചു. അയാളുടെ സ്വഭാവം ആയതുകൊണ്ട് ഇവിടെ ആരോടും നമുക്കത് പറയാനും പറ്റില്ലോ. അത് ശരിയാ. അപ്പോഴേക്കും പൂർണിമ അങ്ങോട്ട് വന്നു. പൂർണിമ വന്നിട്ട് ചോദിച്ചു, അല്ല, എന്താ രണ്ടുപേരും കൂടെ? ഒന്നുമില്ല. എന്താ ശ്രീഹരി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ സേതുവേണ്ണൻ പല്ലുവേച്ചും കുറിച്ച് ഓർത്താ. അവർക്ക് എന്താ ഇപ്പൊ കുഴപ്പം? അവര് കൈതവനത്തിലേക്കല്ലേ പോയിരിക്കുന്നേ. അല്ല, അവിടെ മൃഗങ്ങളൊക്കെ ഉള്ളതല്ലേന്ന്. അത് സംരക്ഷിത മേഖലയല്ലേ. പിന്നെ അവിടെ ഗാർഡുകളൊക്കെ കാണും.
അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ശ്രീഹരിയും കൈതവനത്തിലേക്കല്ലേ പോകുന്ന മീറ്റിങ്ങിന്? അതെ, ഞാൻ റിസോർട്ടിലേക്ക് പോവാം. എന്നാൽ ശരി, പോയിട്ട് വരാൻ പറയണ. അങ്ങനെ ശ്രീഹരിയെ അച്ചും പൂർണിമയുടെ സന്തോഷത്തോടെ യാത്രയാക്കുവാണ്. ശ്രീഹരി അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് പല്ലവി എന്ത് ചെയ്യണം? സേതുവിനെ നോക്കി കഴിഞ്ഞപ്പോൾ സേതുവിനെ കണ്ടില്ല. അവര് കാട്ടിക്കൂടെ കളിച്ച് നടക്കുമായിരുന്നു. സേതുവട്ടാന്ന് പറഞ്ഞ് കുറെ സമയം വിളിച്ചു, സേതുവിനെ കണ്ടില്ല. പല്ലവിക്ക് സങ്കടമായി. സങ്കടം മാത്രമല്ല, ടെൻഷനായി. കുറെ വിളിച്ചിട്ടും കണ്ടില്ല. പല്ലവി സേതുവിനും വിളിച്ച് അലോടെ ഇലോടെയെല്ലാം നടക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രൻ പിന്നാലെ തന്നെയുണ്ട്. ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഇങ്ങനെ കാത്തു കാത്ത് നടക്കുവാണ്. തോക്കും വെച്ച് തന്റെ കൺമുന്നിൽ അവള് വന്ന് വീഴും, ഉറപ്പായിട്ട് അവളെ തനിക്ക് പൊക്കിക്കൊണ്ട് പോകണം എന്നൊരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ. അങ്ങനെ പല്ലവിയുടെ പിന്നാലെ തന്നെ കൂടി. ആ സമയത്ത് പല്ലവിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. സേതുവേട്ട എന്തൊക്കെ പറഞ്ഞിട്ട് പല്ലവി അലറി വിളിച്ചുകൊണ്ട് നടക്കുവല്ലേ. കുറച്ച് കഴിയുമ്പത്തിന് സേതു പല്ലവിയുടെ മുന്നിലേക്ക് ചാടി വീണു. പല്ലവിക്ക് സങ്കടവും ദേഷ്യം വന്നു. പല്ലവി പോയിട്ട് സേതുവിനെ പിടിച്ചിട്ട് 2 കടി അങ്ങോട്ട് കൊടുക്കുവാണ്. സേതു പറഞ്ഞ്, എനിക്ക് വേദനിക്കുന്നു. വേദനിക്കട്ടെ, മനുഷ്യൻ പേടിച്ചു പോയല്ലോ. പിന്നെ ഇതിന് മാത്രം എന്താ പേടിക്കാനുള്ള? ഞാനില്ലേ ഇവിടെ. പിന്നെ ഈ കാട്ടില് ഇങ്ങനെയൊക്കെയാണ് സേതുവേട്ട കാണിക്കുന്നത്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, പിന്നല്ലാതെ. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് സമയം അതിലൂടെ സന്തോഷിച്ച് നടക്കുകയാണ്. ഈ സമയത്ത് ഇതെല്ലാം ഇന്ദ്രൻ കണ്ടു മറിഞ്ഞിന്ന്. ഇന്ദ്രനെ അങ്ങോട്ട് സഹിച്ചില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒരവസരം വേണമല്ലോ. പക്ഷെ രണ്ടുപേരും ഒന്ന് അകന്നു മാറിയാൽ മാത്രമേ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടുപേരും കൂടെ അടുത്തുള്ളപ്പോൾ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല. പോരാത്തേന് ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുവാണ്. കുറെ സമയം കഴിഞ്ഞു. ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കൊരു കുസൃതി തോന്നി. പല്ലവി എന്ത് ചെയ്യണം? സേതുവിനെ അടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി. സേതുവിടെ നിക്കടി അവിടെയെന്നും പറഞ്ഞ് ഓടുവാണ്. വലിയ മരക്കൂട്ടങ്ങളൊക്കെ ആണല്ലോ. അപ്പോഴേക്കും പല്ലവി ഒരു മരത്തിന് മറിഞ്ഞു വന്നു. സേതു അങ്ങോട്ടേക്ക് വന്നു. പല്ലവിയെ കണ്ടില്ല. പല്ലവിയെന്ന് വിളിച്ച് സേതു അങ്ങോട്ട് പോകുമ്പോഴത്തേനും പല്ലവിയോട് മറിഞ്ഞു നോക്കുക. എനിക്കിട്ടൊരു പണി തന്നല്ലേ? അങ്ങനെയാണെങ്കിൽ സേതുവേണ്ട ഞാനും ഒരു പണി തരാം. സേതുവേണ്ടനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാൻ ഇത്തിരി സമയം എത്രമാത്രം ടെൻഷൻ അടിച്ചു, ഇനി സേതുവേട്ടനും കുറച്ച് സമയം ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് അനങ്ങിയില്ല. സേതു പല്ലവിന്ന് വിളിച്ചോണ്ട് വിളിച്ചങ്ങോട്ട് പോവാണ്. എവിടെ ഇന്ന് അറിയത്തില്ല എവിടെ ഒളിച്ചിരിക്കണേന്ന്. ആ സമയത്ത് പല്ലവി ഇങ്ങനെ സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുവാണ്. സേതുവേട്ടൻ ഇപ്പൊ തന്നെ തിരിച്ചു വരുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്താണ് ഇന്ദ്രന്റെ വരവ്. പല്ലവി ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പല്ലവിക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. പല്ലവി ഇങ്ങനെ നിശബ്ദയായിട്ട് നിൽക്കുക. കാരണം മറ്റൊന്നുമില്ല, ഇന്ദ്രൻ തോക്ക് ചൂണ്ടിക്കൊണ്ടാ വരുന്നേ. പല്ലവിക്ക് അനങ്ങാൻ പോലും പേടിയായിരുന്നു. അങ്ങനെ പല്ലവിയുടെ നെഞ്ചത്തേക്ക് കൊണ്ടുവന്ന് ആ തോക്കിന്റെ മുനയും കൂടെ വെച്ചു. അപ്പോഴേക്കും പല്ലവിക്ക് സേതുവേട്ടാന്ന് വിളിക്കണമെന്നുണ്ട്. ശബ്ദിച്ചു പോയേക്കല്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരു മാസ്ക് ഉപയോഗിച്ച് മുഖമൊക്കെ അങ്ങോട്ട് മറച്ചു ഇന്ദ്രന്. ആ സമയത്ത് പല്ലവിക്ക് സേതുവിനെ വിളിക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോഴേക്കും ഇന്ദ്രൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിൽ നിന്ന് ക്ലോറോഫോം അത് മണപ്പിക്കുവാണ് പല്ലവിയെ. പല്ലവി അങ്ങോട്ട് ബോധം കിട്ട് വീണു. അപ്പോഴേക്ക് സേതു പല്ലവി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുവാണ്. എന്തോ ഒരു അപകടം എടുത്തു സേതുവിന്. ഇത്ര സമയമായിട്ട് അവളെ കാണുന്നില്ലോ. അന്ന് ഫോൺ വിളിച്ചു നോക്കാന്ന് കരുതിയിട്ട് വിളിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടുന്ന് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് ഇന്ദ്രൻ പല്ലവി എടുത്തോണ്ട് കടന്നു കളഞ്ഞു. പല്ലവി എടുത്ത് തോളത്തിട്ടോണ്ട് ഇന്ദ്രനും പോയി. സേതു പല്ലവി നിന്നൊരു സ്ഥലത്തേക്ക് വരും. പല്ലവിയുടെ ഫോൺ അവിടെ കിടക്കുന്നു. പല്ലവിയുടെ ക്യാപ്പ് തൊപ്പി അവിടെ കിടപ്പുണ്ട്. സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സേതു പല്ലവിന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. പക്ഷെ ആര് കേൾക്കാനായിട്ട്? ആ സമയത്ത് ഇന്ദ്രൻ പല്ലവിയും തോളത്തിട്ടോണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.